നമുക്ക് തിരുവെഴുത്തിലേക്ക് അതിവേഗം വരാം. ദൈവവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ ഉള്ള ചില വാക്യങ്ങൾ ശാന്തമായി വായിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടുകൂടെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമ്മുടെ ശ്രദ്ധ തിരുവെഴുത്തിൽ കേന്ദ്രീകരിക്കാം. ലൂക്കോസ് 8:22 മുതൽ വായിച്ചാൽ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്ന് നാദാ നാദാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ട് ഇവൻ ആർ, ഇവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. മതി, കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന വചനം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പ്രസംഗശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ. പ്രസംഗശാസ്ത്രം പഠിക്കുമ്പോൾ ഭാഷയ്ക്കതീതമാണ് ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ, പ്രസംഗം കേട്ടുകൊണ്ട് നിങ്ങൾ മുൻപിലിരിക്കുന്ന സമയം കാലിൻ്റെ പുറത്ത് കാല് കയറ്റി വെച്ച് മുകളിലത്തെ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 കൈയും കൂടെ പിണച്ച് നിങ്ങൾ നെഞ്ചത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചൂണ്ടുവിരൽ കൊണ്ട് ചെവിപ്പുറക് ചൊറിയുകയാണെങ്കിൽ പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ പോയി തലയുടെ പിൻഭാഗത്ത് വിശ്രമിച്ചാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ കൂടെ വാച്ചേ നോക്കിയാൽ നിർത്താറായില്ലയോ ഉപദേശി എന്നാ പറയുന്നതെന്ന് ആർക്കറിയാൻ വയ്യാത്തത്? അപ്പോൾ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ പ്രസക്തമാണ്. സ്തോത്രം. ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വൈകാരികമായ ഒരുതരം ഇക്കിളിപ്പെടുത്തലുകളുടെ സന്ദേശം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം ഹൃദയത്തിൻ്റെ ഉള്ളിൽ പതിക്കണം എന്ന് നെഞ്ചോടടുത്ത ആത്മഭാരത്തോടെ ഈ തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് പതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ശരിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, പറയുന്ന വിഷയം മനസ്സിന് വല്ലാതെ രുചിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ കെമിക്കൽ വ്യതിയാനം വരുത്താൻ വരെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് കഴിയും എന്ന സത്യം നിങ്ങൾക്കറിയാമല്ലോ. പറയുന്ന കാര്യം മനസ്സിന് നന്നായി രുചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് കെമിക്കൽ മാറ്റം വരെ ഉണ്ടാകും. ഉദാഹരണം, ഞാനിവിടെ നിന്ന് ഇന്ന് പ്രസംഗിക്കാതിരിക്കട്ടെ, വാളംപുളി ആർക്കറിയാമല്ലോ, നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് വാളൻപുളി. അതിനെക്കുറിച്ച് 1-2 മിനിറ്റ് ഒരു വിശകലനം അങ്ങ് ചെയ്യുക. അതിൻ്റെ തവിട്ട് കളറിലുള്ള തോട് പൊളിച്ചു മാറ്റി അതിനകത്തെ ഹൽവയുടെ രൂപത്തിലെ മാതളം അടർത്തിയെടുത്ത് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഉടച്ച് ഹൽവ പോലെ ചിലരുടെ നാക്ക് ചെന്ന് ചുണ്ടയെ മുട്ടുന്നത് ശ്രദ്ധിച്ചു. എന്താ കാര്യം? വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു മാറ്റമുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഫ്ലൂട്ട് വായിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ മുൻപിൽ നിന്ന് വാളംപുളി തിന്ന് കാണിക്കാമോ? കുഴലിക്കൂടെ വെള്ളം ചാടും. കാര്യം മറ്റൊന്നല്ല, വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിന് യോജിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളിൽ മാറ്റം വരും, നിങ്ങളുടെ കെമിക്കൽ വ്യതിയാനം പോലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരാളത്വം ഇവിടെ വന്നിട്ടുണ്ട്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. അവനെ അനുഭവിച്ചറിയാൻ കൊതിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇരുന്നേച്ച് പോകേണ്ടവരല്ല നമ്മൾ. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സ്തോത്രത്തോടെ പ്രതികരിക്കേണ്ടവരാണ്. ഏതാണ്ട് 13 കിലോമീറ്റർ നീളവും 8 കിലോമീറ്റർ വീതിയുമുള്ള 650 അടി കുത്തനെ ആഴമുള്ള ഗലീല കടൽ, അക്ര, മൊറിയ, ബെഥെസ, സിയോൻ, ഗിൽബോവ, സയീർ എന്നീ മലമടക്കുകളുടെ ഇടവേളകളിലേക്ക് തിങ്ങിയിറങ്ങിയ കാറ്റ് പലപ്പോഴും ചുഴലിക്കാറ്റായി രൂപപ്പെടാറുണ്ട്.
ബെത്സയിദ പുൽത്തകിടിയിൽ 5000 പന്തിയും പാനവും വിളമ്പിയതിന് ശേഷം യേശു പറഞ്ഞു, നമുക്ക് പോകാം. അക്കരെ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് തീർത്ത കത്ത് സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് മരണത്തിലേക്ക് ഇഞ്ചോടിഞ്ച് നടന്നു നീങ്ങുന്ന ഒരു ഹതഭാഗ്യന്റെ നിലവിളി യേശുവിൻ്റെ ചെവിയിൽ മുഴങ്ങി. ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഒരു ആലോചന വിളിച്ചു പറയട്ടെ. ജനക്കൂട്ടത്തിൻ്റെ നടുവിലെ ശുശ്രൂഷയേക്കാൾ ആത്മാക്കളുടെ നിലവിളി തിരിച്ചറിയുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവന് വലുത് ജനക്കൂട്ടമല്ല. കരയുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്താൻ നിന്നെ തേടിയെത്തുന്ന യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ യാത്ര പുറപ്പെടുകയാണ്. യാത്രയ്ക്കിടയിൽ അതിശക്തമായ കൊടുങ്കാറ്റ് ഇരമ്പി ഉയരുന്നു. ആ കൊടുങ്കാറ്റിന്റെ ഭീകര തേർവാഴ്ചയിൽ ഈ കഥയെ ഓടി അഥവാ അത് യാത്രാവാഹനം ഈ വള്ളം ആടി ഉലയുകയാണ്. യേശു തണ്ട് വലിച്ചു കുഴയുന്ന ശിഷ്യന്മാരുടെ നടുവിൽ പടകിൽ തലയിണ വെച്ചുറങ്ങുകയാണ്. ഈ സമയം അവർ നിലവിളിച്ചു പറയുന്നു, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇതാ ശിഷ്യന്മാരുടെ നടുവിൽ വിശ്രമിക്കുന്ന നാഥൻ പടകിൽ എഴുന്നേൽക്കുകയാണ്. ഇത് സാധാരണക്കാരനല്ല. ഉറക്കം അവൻ്റെ മാനുഷികാളത്വത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷേ എഴുന്നേറ്റൊറ്റ വാക്കിൽ അവിടുന്ന് പ്രകൃതിയെ നിലയ്ക്ക് നിർത്തിക്കഴിഞ്ഞപ്പോൾ അവർ അത്ഭുത പരതന്ത്രരായി, അവർ സ്തബ്ധരായി. നാടികളും സ്തംഭിച്ചു പോയി എന്ന് പറയില്ലേ, അതുപോലെ അവർ സ്തബ്ധരായി പോയി. കാരണം അവർക്ക് മനസ്സിലായി, ഈ നിൽക്കുന്നത് സാധാരണക്കാരനല്ല. ഇവൻ പടകിൽ വിശ്രമിക്കുന്നെങ്കിലും കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാനും ചെങ്കടലിനെ മുറിക്കാനും കിഴക്കൻ കാറ്റടിപ്പിച്ചവന്റെ ശക്തി ഇവനിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ അടങ്ങാത്ത ശക്തികളൊന്നുമില്ല. ആ ദൈവത്തിൽ മാത്രം വെളിപ്പെട്ട ദിവ്യ ശക്തിയുടെ പ്രവാഹം യേശുവിൽ ഇറങ്ങി വന്ന് പ്രതിഫലിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അവർ സ്തബ്ധരായി ചോദിക്കുകയാണ്, ഇവൻ ആർ? ഒരു വസ്തുത ഇവിടെ ആമുഖത്തിൽ തന്നെ അടിവരയിട്ട് പറയട്ടെ. നിന്റെ ജീവിത പടകിൽ യേശു ഉണ്ടെങ്കിൽ നിനക്കെതിരെ വരുന്ന ഒരു കൊടുങ്കാറ്റിനും നിന്നെ തകർക്കാൻ കഴിയുകയില്ല എന്ന് അകത്ത് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രത്തോടെ പ്രതികരിച്ചിട്ട് പറയണം, എനിക്കെതിരെ വരുന്ന രോഗത്തിന്റെ കൊടുങ്കാറ്റാകാം, എനിക്കെതിരെ വരുന്ന സാമ്പത്തിക തകർച്ചയുടെ കൊടുങ്കാറ്റാകാം, എനിക്കെതിരെ വരുന്ന ബന്ധങ്ങളുടെ തകർച്ചയുടെ കൊടുങ്കാറ്റാകാം. ഇതൊന്നും എന്നെ തകർക്കാൻ അനുവദിക്കാത്തതിന്റെ കാരണം ഇതിന്റെ അമരത്ത് യേശുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇടം വലം നോക്കാതെ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യത്തിന് മുൻപിൽ ആരാധിക്കുന്ന രാത്രിയായി തീരട്ടെ. അവൻ എൻ്റെ ജീവിത പടകിലുണ്ടെങ്കിൽ എന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു നരകീയ ശക്തികൾക്കും കഴിയുകയില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ ജനം സ്തോത്ര സ്വരത്തോടെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കണം. അഭിഷേകത്തിന്റെ ചൈതന്യം അകത്ത് അനുഭവിക്കുന്ന ദൈവപൈതലേ, ഇന്ന് രാത്രി 8:40 ഈ 8 മണി അടുക്കുന്ന സമയം അവന്റെ സ്പർശനം നിന്റെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം നിന്റെ മൺകൂടാരത്തെ ബന്ധിച്ചിരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകളെ ഈ രാത്രി അഴിച്ചു മാറ്റത്തക്ക വിധം ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യേശുവിന്റെ കരം നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ ചുഴിഞ്ഞിറങ്ങത്തക്ക വിധം എത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? ലജ്ജിക്കണ്ട. അഭിമാനം മാറ്റിവെച്ച് മുഖം മൂടികൾ പറിച്ചു മാറ്റി ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ നിന്റെ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് ശബ്ദം ഉയർത്തി വിളിക്കാൻ നിന്റെ അധരം ചലിക്കുമെങ്കിൽ ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് നടുവിൽ സംഭവിക്കുകയാണ്. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ഇയ്യോബിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന് നടുവിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിച്ചിറങ്ങുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം,
ഇന്ന് രാത്രി എൻ്റെ പടകിൽ അവൻ എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. യേശുവിന്റെ കരം ചില വ്യക്തികളെ തൊടട്ടെ, അവന്റെ സാന്നിധ്യം ചില വ്യക്തികൾ അനുഭവിച്ചറിയട്ടെ. വസ്ത്രത്തെക്കാൾ അടുക്കൽ യേശു ഇന്ന് രാത്രി നിൽക്കുന്നു എന്ന ബോധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ലജ്ജ കൂടാതെ ശബ്ദമുയർത്തി വിളിച്ചു പറയണം, യേശുവേ എന്ന്. ഞാൻ ഈ രാത്രി ആരാധിക്കുന്ന ദൈവജനത്തിന് നടുവിൽ ആത്മനിയോഗത്തോടെ പറയാം, ലജ്ജ കൂടാതെ ഒന്ന് വിളിക്കാൻ തയ്യാറായാൽ നിന്റെ വിഷയത്തിന്റെ പരിഹാരത്തിനായി യേശു എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ഇടിവെട്ടി മഴ പെയ്താൽ അമ്മയെ ഉണർത്തില്ല, കൊടുങ്കാറ്റടിച്ചാൽ അമ്മ ഉണരണമെന്നില്ല. എന്നാൽ മാറിൽ വിശ്രമിക്കുന്ന കുഞ്ഞൊന്ന് ചിണുങ്ങിയാൽ ആ അമ്മ ഉണരുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ചങ്ക് പൊട്ടി യേശുവേ എന്നൊന്ന് വിളിക്കാൻ നിന്റെ അധരം ചലിക്കുമെങ്കിൽ ഇന്ന് രാത്രി യോഗം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും മുൻപ് വിഷയത്തിന് അഴിവ് തരാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു സാധാരണ പ്രാർത്ഥനയല്ല, നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഗ്ലോറി ഹല്ലേലൂയ, ഗ്ലോറി ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇന്ന് രാത്രി ഇതിനകത്ത് ചില രോഗശാന്തികൾ സംഭവിക്കട്ടെ. നിന്റെ കുടുംബത്തിന്മേൽ വ്യാപരിക്കുന്ന കടുങ്കെട്ട് വീണ ബന്ധനത്തെ ഈ രാത്രിയിൽ നിന്റെ വിഷയത്തിന് നടുവിൽ അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ചലിക്കുന്നുണ്ടെന്ന ബോധ്യത്തോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ വായിൽ നിന്നും ഒരുപോലെ ശബ്ദം ഉയരണം. എത്രത്തോളം ശബ്ദം ഉയരുമോ അത്രത്തോളം ശബ്ദം ഉയർത്തി ഈ രാത്രി യേശുവേ എന്ന് വിളിക്കാൻ ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവ് ചലിക്കട്ടെ. പടകാടി ഉലയുകയാണ്, നാഥൻ അമരത്തുയരുണരുകയാണ്. അവന് ചില അധികാരങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, അവന് രോഗത്തിന്മേൽ അധികാരമുണ്ട്, അവന് മരണത്തിന്മേൽ അധികാരമുണ്ട്, അവന് പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുണ്ട്. അങ്ങനാണെങ്കിൽ അവനാർ എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ഒരു അസാധാരണ ദൈവപ്രവൃത്തി അടയാളത്തോടെ സംഭവിക്കാൻ തുടങ്ങുന്നു. നിന്റെ ഭാഗത്തു നിന്ന് ഒരു നിലവിളി പ്രതീക്ഷിക്കുകയാണ്. ഗ്ലോറി ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അഗസ്റ്റിൻ എന്നൊരു ദൈവദാസൻ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തന മേഖലയിൽ തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെച്ചപ്പോ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പ്രവർത്തന മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന സമയം മനസ്സിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വേദന. ഒരു ദിവസം കഴിഞ്ഞു, ഭക്ഷണം വല്ലതും കഴിച്ചിട്ട് കൊടിയ വിശപ്പ്, ഉള്ളിൽ വല്ലാത്തൊരു കത്തൽ. ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൂടെ ജോലിക്കും മറ്റും പഠനത്തിനും തുടങ്ങിയ ആളുകൾ എത്തിച്ചേർന്ന സ്ഥിതിയും സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് താൻ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയും ഓർത്തുകൊണ്ട് ആ ട്രെയിനിന്റെ സീറ്റിലിരുന്നു കൊണ്ട് തൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഡാഡി, ഈ മോന് വിശക്കുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം ആ സീറ്റിലിരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ഡാഡി, ഈ മോന് വിശക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം ഉറങ്ങിപ്പോയി. ചില മണിക്കൂറുകൾ മുൻപോട്ട് ഓടിക്കഴിഞ്ഞ് ആരോ തട്ടി വിളിക്കുന്നത് കേട്ടാണ്, പുറത്ത് തട്ടി വിളിക്കുന്നത് കേട്ടാണ് ഉണർന്നത്. അഗസ്റ്റിനുണ്ടോ അഗസ്റ്റിൻ, അഗസ്റ്റിനുണ്ടോ അഗസ്റ്റിൻ എന്നാണ് ജനലപ്പുറത്ത് വന്ന ഒരാൾ ചോദിച്ചത്. അഗസ്റ്റിൻ ഞാനാണ് എന്ന് പറഞ്ഞു. ഇത്ര മിനിറ്റുകൾക്ക് പുറകിൽ ഒരാൾ ഒരു ബാഗ് ഏൽപ്പിച്ചു. അത് ഇന്ന കമ്പാർട്ട്മെന്റിൽ അഗസ്റ്റിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാണ് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് വാതുക്കലേക്ക് ക്ഷണിച്ചു. ആ ബാഗ് കയ്യിൽ വാങ്ങി അകത്തോട്ട് വന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം അതിനകത്ത് കരുതി വെച്ചിട്ടുണ്ട്. കൊടുത്തയച്ചതാരാണെന്ന് അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, നിലവിട്ടൊന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ നിന്റെ നിലവിളിക്ക് മുൻപിൽ ഇറങ്ങി വരാൻ കഴിവുള്ള യേശുവിന്റെ കരം ഇന്ന് രാത്രി മാഞ്ചസ്റ്ററിലും ചലിക്കുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല. അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. മറ്റുള്ളവർ ആരൊക്കെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. അനുഭവം പ്രാപിക്കാൻ കൊതിക്കുന്ന ഒരാൾ ഇതിനകത്ത് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി യോഗം അവസാനിക്കുന്നതിന് മുൻപ് എൻ്റെ വിഷയം
വിഷയത്തെ അഴിച്ചെടുക്കാൻ എൻ്റെ യേശു ശക്തനാണ് എന്ന് ഹൃദയം തുറന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇടം വലം നോക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രാത്രിയാകട്ടെ. അവൻ സാധാരണക്കാരനല്ല. ഇരമ്പി മറിയുന്ന കടൽ തിരമാലകളെ ഒറ്റ വാക്കിൽ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ എന്ന് തെളിയിച്ചതാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. 6000 ദുർഭൂതങ്ങൾ ഒരുപോലെ കുടികൊള്ളുന്ന ഭൂതബാധിതന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ഒറ്റ വാക്കിൽ പുറത്താക്കിക്കൊണ്ട് അവൻ ഭൂതാത്മാക്കളുടെ മേൽ അധികാരമുള്ളവനാണ് എന്ന് തെളിയിച്ച് സത്യമാണെങ്കിൽ അത് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ചാറില്ലാത്തൊരു ചണ്ടി പോലെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തസ്രാവ രോഗത്താൽ ഭാരപ്പെട്ട സാധു സ്ത്രീ അവളുടെ വിറയ്ക്കുന്ന കരം നീട്ടി വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ച രോഗബലഹീനതകൾ ക്ഷണത്തിൽ നിൽക്കത്തക്ക വിധത്തിൽ അവൻ രോഗത്തിന്മേൽ അധികാരമുള്ളവൻ ആണെന്ന് തെളിയിച്ച സത്യമാണെങ്കിൽ കഴിഞ്ഞ ചില മണിക്കൂറുകളായി 12 വയസ്സ് പ്രായമായൊരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പറന്നകന്ന് പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ അവളുടെ മൺകൂടാരത്തിലേക്ക് മടക്കി വരുത്തിക്കൊണ്ട് അവൻ മരണത്തിന്മേൽ അധികാരമുള്ളവനാണ് എന്ന് തെളിയിച്ച സത്യമാണെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിന് നടുവിൽ ഒരുവൻ ഉലാവിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ആത്മ കണ്ണുകൾ കൊണ്ട് അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കാണുന്നു. അവൻ സാധാരണക്കാരനല്ല. അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, അവൻ രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, അവൻ മരണത്തിന്മേൽ അധികാരമുള്ളവൻ, അവൻ പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ, അവൻ കൊടുങ്കാറ്റിനെ നിലയ്ക്ക് നിർത്താൻ കഴിവുള്ളവൻ. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയുന്ന ദൈവമക്കൾ ലജ്ജ കൂടാതെ പടകിലെ ശിഷ്യന്മാർ ശബ്ദം ഉയർത്തിയതുപോലെ വിളിച്ചു പറയണം, നാഥ. ഗ്ലോറി, ഹല്ലേലൂയ. ഇഥികർത്തവ്യഥാമൂഢരായി, സ്തബ്ധരായി, അത്ഭുതപരതന്ത്രരായി അവർ ചോദിക്കുകയാണ്, ഇവൻ ആർ? ഇന്ന് രാത്രി പറയട്ടെ, പടകിൽ തലയിണ വെച്ചുറങ്ങിയപ്പോൾ, പടകിൽ ഉറങ്ങിയപ്പോൾ അത് മനുഷ്യത്വത്തിന്റെ ബലഹീനതയാണ്. എന്നാൽ എഴുന്നേറ്റൊരു വാക്കിൽ പ്രകൃതിയോട് കൽപ്പിച്ചപ്പോൾ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന്റെ ശക്തി കുടികൊള്ളുകയാണ്. എന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഈ രാത്രി ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ആരാണ് എന്ന് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ തലയ്ക്ക് മുകളിലെ കരമൊന്ന് ഉയർത്തി വീശിക്കൊണ്ട് ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ് എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടതെന്നറിയാമോ? ഇത് സാധാരണക്കാരനല്ല, മഹാദൈവത്തിൽ മാത്രം അധിവസിക്കുന്ന പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കാനുള്ള അസാധാരണ കഴിവ് യേശുവിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി, ഞങ്ങളുടെ കൂടെ ഉണ്ടുമുറങ്ങിയും തോളോട് തോൾ ചേർന്ന് നീങ്ങിയ ഈ ആൾ സാധാരണക്കാരനല്ല. ഇന്ന് രാത്രി യേശുവിനെ അനുഭവിച്ചറിയാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു ദൈവവൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ലജ്ജ കൂടാതെ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ യേശു സാധാരണക്കാരനല്ല. അനുഭവിച്ചറിയാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ടെ, മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? മക്കളെ, ഈ ഫീഡ്ബാക്ക് ഒന്ന് കൂട്ടി വയ്ക്കണേ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു അല്ലാതെ മറ്റാരുമില്ല എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു അല്ലാതെ ഒരുത്തനും ചരിത്രത്തിലില്ല. മനുഷ്യത്വത്തിൽ അവൻ പടകിൽ ഉറങ്ങി, ദൈവത്വത്തിൽ അവൻ പ്രകൃതിയെ ഒറ്റവാക്കിൽ നിലയ്ക്ക് നിർത്തി. മനുഷ്യത്വത്തിൽ അവൻ അത് ലാസറിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞു. ദൈവത്വത്തിൽ മരിച്ച് 4 നാളായി നാറ്റം വെച്ചവനെ നന്മയ്ക്കായി പുറത്തു കൊണ്ടുവന്നു. മനുഷ്യത്വത്തിൽ അവൻ അത്തിയിൽ ഫലം തിരഞ്ഞു. ദൈവത്വത്തിൽ അവൻ ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തി. മനുഷ്യ
മനുഷ്യത്വത്തിൽ അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി മരിച്ചു. എന്നാൽ ദൈവത്വത്തിൽ അവൻ അതേ കല്ലറയെ ഭേദിച്ചുയർത്തു. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, അവൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അവന്റെ കരം ചില വിഷയത്തെ തൊടുന്ന രാത്രിയായിരിക്കും. സാധാരണക്കാരനല്ലവൻ, അവനാർ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, യേശു ആരാണ് എന്ന് ഈ ഭൂമിയിൽ തെളിയിക്കാൻ ദൈവം ഒരാളെ പ്രത്യേകം നിയോഗിച്ചയച്ചിരുന്നു. നമ്മളെപ്പോലെ ഒത്തിരി നാളൊന്നും ശുശ്രൂഷിക്കാൻ ദൈവനെ അനുവദിച്ചില്ല. ഒരു മിന്നൽ പിണർ പോലെ, ഒരു വെള്ളി നക്ഷത്രം പോലെ, ഒരു കൊള്ളിമീൻ പോലെ ആത്മീയ നഭസിൽ പെട്ടെന്ന് ഉയർന്ന് അപ്രത്യക്ഷമായവനായിരുന്നു അവൻ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കപ്പെട്ടത് മതം ഉയർത്തി നിർത്തിയിരിക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് നടുവിൽ ആശാരി തച്ചന്റെ കൊച്ചനല്ല, ഈ പ്രപഞ്ചം പടുത്ത മഹാദൈവത്തിന്റെ ഏകജാതനാണ് യേശു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ദൈവം അവനെ പ്രത്യേകം നിയോഗിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ നിയോഗത്തിലൂടെ അവൻ ഭൂമിയിലേക്ക് വന്നിട്ട് യേശു ആര് എന്ന ചോദ്യത്തിന് തരുന്ന ചില ഉത്തരങ്ങളുണ്ട്. അത്ഭുത പരതന്ത്രരായി പടകിൽ എഴുന്നേറ്റ യേശുവിന്റെ മുൻപിൽ രണ്ട് കൈകളും മലർത്തിപ്പിടിച്ചുകൊണ്ട് സ്തബ്ധരായി ശിഷ്യന്മാർ ചോദിച്ചില്ലേ, ഇവൻ ആർ? ആ ചോദ്യത്തിന് യോഹന്നാൻ സ്നാപകൻ വ്യക്തമായി ഉത്തരം തരുന്നുണ്ട്. സ്തോത്രം. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? യേശു ആരാണ്? ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ 1, 2, 3 എന്ന നിലയിൽ ഒന്ന് ശ്രദ്ധിക്കണം. സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യക്കാർക്കൊരു ഏകാഗ്രതയില്ലേ? ഇതുപോലെ ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിലോട്ട് ഇതൊന്ന് പതിക്കണം. നമുക്ക് വേഗം വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വന്ന് ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാം. 1:29. യേശു ആര്? വായിച്ചാട്ടെ. യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ. എല്ലാ ദൈവമക്കളും കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത്രയേ ഉള്ളോ ശബ്ദം? ഇത്രയേ ഉള്ളോ ശബ്ദം? നീ ശബ്ദം ഉയർത്തി പറഞ്ഞേ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ആര്? അവൻ മതസ്ഥാപകനല്ല, അവൻ രാഷ്ട്രസ്ഥാപകനല്ല, അവൻ തത്വചിന്തകനല്ല, അവൻ കേവലം ത്യാഗിയോ യോഗിയോ അല്ല, അവൻ ഒരു സത്യാന്വേഷിയല്ല. യോഹന്നാൻ പറയുന്നു, ഇതാരെന്നറിയാമോ? ഇത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പ്രിയപ്പെട്ടവരെ, ഇത് യഹൂദ മതത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ്. ആണ്ടോടാണ്ട് കൂടുമ്പോൾ ആണ്ടിലൊരിക്കൽ പാപപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെടേണ്ട യാഗമൃഗത്തെ, കുഞ്ഞാടിനെ അവരുടെ ദേവാലയത്തിന്റെ മുൻപിൽ കെട്ടിയിട്ടിട്ട് അതിലേക്ക് വരുന്ന ജനങ്ങൾ പറയും, ഈ ആടിനെ കണ്ടോ, ഇത് ഈ ജനതയുടെ പാപപരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടാണ്. ഇതേ ഭാഷയിൽ ഒരു സക്കറിയ പുരോഹിതന്റെ മകൻ യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾക്കറിയാമോ ഈ നിൽക്കുന്നത് ആരാണെന്ന്? ഇത് സാധാരണക്കാരനല്ല, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിമരണത്തെ നന്നായി ചിത്രീകരിക്കുകയാണ് അവിടെ ഉയർത്തിക്കാട്ടുന്ന കാൽവറി ബലിമരണത്തിൽ യാഗമൃഗമായ ക്രിസ്തുവിനെ. യേശു ആര്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് രാത്രി പറയട്ടെ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ബലിമരണത്തെ കുറിച്ച് പറയണം. ആ മരണത്തിന് തുല്യം മറ്റൊരു മരണമില്ല. ആ മരണം സാധാരണ മരണമല്ല, പിശാചിന്റെ തല തകർത്ത മരണമാണ്. യേശുവിന്റെ രക്തം എന്ന് ഒന്ന് വാ തുറന്ന് പറയാൻ നമ്മുടെ അധരം ചലിച്ചാൽ അതിൻ്റെ പുറകിൽ ഒരു അസാധാരണ അധികാരം വ്യാപരിക്കുന്നുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? പൈശാചിക പ്രവർത്തനങ്ങളാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ
പലപ്പോഴും മടിക്കുന്ന ഒരു പ്രയോഗം. യേശുവിൻ്റെ രക്തമെന്ന് വാ തുറന്ന് ഉച്ചരിക്കാൻ അവരുടെ അധരം ചലിപ്പിക്കാത്ത വിധത്തിൽ ഒരടിച്ചമർത്തൽ അവരെ ഭരിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളുടെ മുൻപിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി ഒരുവനെ ഒന്ന് ഉയർത്തിയാൽ, നിങ്ങളുടെ കണ്ണുകൾ അവനിലേക്കൊന്ന് ഉയർന്നാൽ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ തകർക്കാൻ ആ രക്തത്തിന് ശക്തിയുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു സാധാരണക്കാരനല്ല, അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ രക്തം ഇവിടുത്തെ DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അവിടെ തെളിയുന്നത് എൻ്റെ മാതാപിതാക്കളുടെ ക്രോമോസോമുകളാണ്. എന്നാൽ യേശുവിൻ്റെ ഒരു തുള്ളി രക്തം ഇവിടുത്തെ DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ തെളിയുന്ന പിതൃത്വം ജോസേഫിൻ്റെതാണെങ്കിൽ എൻ്റെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നാൽ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ അവളുടെ മേൽ നിഴൽ വിരിച്ചപ്പോൾ ഉത്ഭവിച്ച വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടത്തക്ക വിധത്തിൽ മനുഷ്യത്വത്തിനകത്ത് ദൈവത്വം ഇറങ്ങി വന്ന ഒരുവനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ദൈവമക്കൾ ശിരസ് ഉയർത്തി പറയണം, അവൻ സാധാരണക്കാരനല്ല. ആ മരണം സാധാരണ മരണമല്ല. ഗതസമന, അവിടുത്തെ ചോര പ്രാർത്ഥനയിൽ വിയർത്ത സ്ഥലമാണ്. ഗബത്ത, ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറഞ്ഞു വീണ സ്ഥലമാണ്. ഗോൽഗോത്ത, ഒടുവിലത്തെ തുള്ളിച്ചോരയും എൻ്റെ പാപമോചനത്തിനായി നീട്ടിയ ഒഴുകിയ സ്ഥലമാണ്. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി അവിടുന്ന് ഗോൽഗോത്തയെ സമീപിക്കുന്ന രംഗം എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മക്കണ്ണുകൾ കൊണ്ട് കാണണം. ദൈവത്തിന് സ്തോത്രം. വീണും എഴുന്നേറ്റും അവിടുന്ന് ഗോൽഗോത്തയിൽ എത്തിക്കഴിഞ്ഞു. തള്ളയെ പോലെ നമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങുന്ന രംഗം നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. പണി തീർത്ത ക്രൂശ് മലർത്തിയിട്ടതിന് ശേഷം അതിലേക്ക് വലിച്ചെറിഞ്ഞ് കൈകാലുകൾ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചുകൊണ്ട് സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി അടിച്ചിറക്കുന്ന ആ രംഗം എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കണ്ണുകളൊന്ന് ഉയർത്തി കാണണം. ക്രൂശിക്കപ്പെടുന്ന ആളുകൾ സാധാരണ മരിക്കുന്നത് ശ്വാസം മുട്ടിയാണ്, ചോര ചിന്തിയല്ല. രണ്ട് കൈകളുടെ കൈക്കുഴകൾ ആണിയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ ഏത് ശരീരവും ആ കൈക്കുഴകളിൽ തൂങ്ങും. ആ കൈക്കുഴകളിൽ ശരീരം തൂങ്ങിയാൽ അതിവേദനയിൽ കാല് മടങ്ങിപ്പോകും. മടങ്ങിപ്പോകുന്ന കാല് തൂങ്ങിക്കിടക്കുമ്പോൾ, രണ്ട് കൈകളിൽ ശരീരഭാരം തൂങ്ങിക്കിടക്കുമ്പോൾ, രണ്ടു വശത്തെ കൈകളുടെ ദൃഢഗ്രന്ഥികൾ മാംസപേശികൾക്കിടയിൽ മുറുകുമ്പോൾ ലങ്സ് ചുരുങ്ങുമ്പോൾ ഒരിറ്റ് ശ്വാസമെടുക്കണമെങ്കിൽ കാലിലേക്ക് ശരീരഭാരം ഏൽപ്പിച്ച് പിടച്ചു പൊങ്ങണം. അതിന് കഴിയാതെ വരുമ്പോൾ ശ്വാസം മുട്ടി മരിക്കുക പതിവാണ്. നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. അടിച്ചു തീർത്ത് യോജിപ്പിച്ച് കഴിഞ്ഞ് ആ ക്രൂശ് ഒരു കയറിന്റെ സഹായത്തോടെ ഉയർത്തി പാറയുടെ ഇടുക്കിലേക്ക് ഇടിച്ചിരുത്തുമ്പോ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന പ്രവാചക വാക്കുകൾ നിവർത്തിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എൻ്റെ നാഥൻ മരണവേദന അനുഭവിക്കുന്ന രംഗം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണുക മാത്രമല്ല, ഇത് പരാജയത്തിന്റെ രംഗമല്ല, ഇത് പഴയ പാമ്പിന്റെ തല തകർത്ത രംഗമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം. സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ രാത്രി പറയട്ടെ,
ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ രണ്ട് കാലുകളും അയഞ്ഞ് രണ്ട് കൈകളിലും തൂങ്ങിക്കിടന്ന് അവിടുന്ന് പിടയ്ക്കുമ്പോ അവിടുന്ന് വിചാരിച്ചു, ഇനിയും എന്തെങ്കിലും പ്രവചന വാക്കുകൾ നിവർത്തിക്കപ്പെടാനുണ്ടോ? അവിടുത്തേക്ക് മനസ്സിലായി, അവർ എൻ്റെ ദാഹത്തിന് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന പ്രവചന വാക്ക് നിവർത്തിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രി ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നിത്യതയിലെത്തണം. അതിൻ്റെ ആഴം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അവിടുന്ന് ശരീരഭാരം കാലുകളിൽ ഏൽപ്പിച്ച് പിടച്ചു പൊങ്ങിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. നിങ്ങൾ ഓർക്കണം, ഉടനെ ഒരുവൻ ഓടി ഒരു സ്പോങ് എടുത്ത പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പുളിച്ച വീഞ്ഞ്, കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് എന്നൊരു പ്രയോഗം കൊടുത്തിരിക്കുന്നു. എന്താ കണ്ടിവെണ്ണ? ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യം പുളിപ്പിച്ച വീഞ്ഞിൽ മൂരുകൂടെ ചേർത്ത് കൃത്യ അനുപാതത്തിൽ തയ്യാറാക്കിയാൽ അത് ലോക്കൽ അനസ്തേഷ്യയാകും. അത് കുടിച്ചാൽ അതികഠിന വേദന അറിയാതെ ക്രൂശിതൻ മയങ്ങി മരിക്കും. യെരുശലേമിലെ ധനിക സ്ത്രീകൾ തയ്യാറാക്കുന്ന ഔദാര്യ പാനീയമാണിത്. യേശുവിന് ചുണ്ടോടടുപ്പിച്ചപ്പോൾ മനസ്സിലായി, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്റെ മരണത്താൽ തോൽപ്പിച്ച് മരണഭീതിക്ക് അടിമകളായവരെ വിടുവിപ്പാൻ വന്ന എന്നെ മയങ്ങി മരിക്കാൻ തന്ന മരുന്നാണിത്. അവൻ ബോധപൂർവം വേണ്ട എന്ന് വെച്ചു. നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ആ കൈകളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഒടുവിലത്തെ ശ്വാസവും എടുത്ത് അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ടെറ്റലസ്റ്റായ്, നിവർത്തിയായി. ഇന്ന് രാത്രി ഓർക്ക് പെട്ടെന്ന് സംഭവിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഞാൻ എൻ്റെ സദസ്സിനോട് ചോദിക്കുന്നു, ലോക ചരിത്രത്തിൽ ബുദ്ധിരാക്ഷസന്മാർ, യുഗപ്രഭാവന്മാർ, സമുദായ പരിഷ്കർത്താക്കൾ, മതനേതാക്കന്മാർ, രാഷ്ട്രമീമാംസകന്മാർ മരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു മരണം ചരിത്രം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണേ, ഭൂകമ്പം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കുട്ടികളോട് ചോദിച്ചാൽ പറയും, 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള ചുക്കിച്ചുളിഞ്ഞ നാരിഞ്ഞത്തോട് പോലെയുള്ള ഈ പച്ചപ്പട്ടു വിരിച്ച ഭൂമിയുടെ ഗർഭം, മാൻഡിൽ, കത്തിത്തിളയ്ക്കുന്ന ലോഹദ്രാവകമാണ്. അതിന്റെ പുറത്ത് 100 കിലോമീറ്റർ കനത്തിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ, അതിന്റെ പുറത്ത് ഭൂഖണ്ഡങ്ങൾ, അതിൽ ഒന്നിനു പുറത്തൊന്നായി ടെക്ടോണിക് പ്ലേറ്റുകൾ ഇടിച്ചു കയറുമ്പോൾ ഇടയിൽ ഉയരുന്ന മർദ്ദമാണ് ഭൂകമ്പം. അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ ഉയർന്ന ശബ്ദത്തിന്റെ ഗതിവേഗത ഭൂഗർഭം വരെ ഇറങ്ങിച്ചെന്നെങ്കിൽ മനുഷ്യ, പഴയ പാമ്പിന്റെ തല തകർത്തുകൊണ്ട് പാതാളം വരെ ഇറങ്ങിച്ചെന്ന ശക്തി വെളിപ്പെടുത്തിയ ഒരു മരണം ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവിന്റെ മരണമാണ്. അത് തിരിച്ചറിയുന്ന യുവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് രാത്രി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഈ രാത്രി ദൈവശക്തിയുടെ വ്യാപാരത്താൽ ചില കെട്ടുകളെ അഴിച്ചു മാറ്റാൻ ഈ ക്രൂശിന് ഇതിനകത്ത് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു വാ പോലും അടഞ്ഞിരിക്കരുത്, ഒരു വാ പോലും അടഞ്ഞിരിക്കരുത്. ആത്മാവിൽ അന്യഭാഷ പോരാടാവുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി സാധാരണ ഒരു ദൈവപ്രവർത്തിക്കായിട്ടല്ല നിങ്ങൾ കൊതിക്കേണ്ടത്. നിങ്ങളുടെ വിഷയത്തെ കഴുകാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ബലത്തോടെ വ്യാപരിക്കുന്നുണ്ട്. ഇവൻ സാധാരണക്കാരനല്ല. യേശു ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തിയെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നിങ്ങളുടെ വായടച്ചിരിക്കാതെ ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറയാൻ ശബ്ദമുയരുമോ? 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 എത്ര ദൈവമക്കൾ, എത്ര ദൈവമക്കൾ! ഗ്ലോറി, ഹല്ലേലൂയ! ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ.
യേശു ഇന്ന് രാത്രി ചില വിഷയങ്ങളെ തൊടുന്ന രാത്രിയാണ്. കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി ചിലതിനെ അഴിച്ചെടുക്കുന്ന രാത്രിയാണ്. ഞാൻ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ പറയാം, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിന്റെ പുറകിൽ നിഴൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ആ ബന്ധനത്തെ അഴിക്കാൻ യേശുവിൻ്റെ കരം ഈ രാത്രി ഇവിടെ ബലത്തോടെ ചലിക്കുന്നുണ്ട്. പാതാള ശക്തികളെ തകർക്കുന്ന യേശുവിൻ്റെ ക്രൂശ് മരണത്തിന്റെ വ്യാപാരം. യേശു ആര്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ രക്തത്തിന്റെ ശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റുപോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ആരാധിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ബലത്തോടെ വ്യാപരിക്കുന്നു. ശബ്ദം ഉയർത്തി പറയാം, എന്റെ യേശു ആര്? അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഈ ഓഡിറ്റോറിയത്തെ മൂടി നിൽക്കുന്ന രാത്രിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ചില കടുങ്കെട്ടുകൾ നിന്റെ കുടുംബത്തെ ഭരിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി നീ ഇവിടെ എത്തിയിരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുൻപ് വിഷയത്തെ തൊടാൻ യേശുവിന്റെ കരം ചലിക്കുമെന്ന ബോധ്യത്തോടെ ആത്മാവിൽ പറയണം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. എന്റെ യേശു ആര്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം, മഹാത്മാഗാന്ധിയുടെ മരണം, എബ്രഹാം ലിങ്കന്റെ മരണം, ഇതൊക്കെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടമാണ്. എന്നാൽ ഇന്ന് രാത്രി യേശുവിന്റെ മരണം, അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾക്ക് അത് നഷ്ടമല്ല, അത് നേട്ടമാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയട്ടെ. ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, വീണ്ടും യോഹന്നാൻ പറയുകയാണ്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, അടിമ ഉടമ സമ്പ്രദായം നിലവിലിരിക്കുന്ന കാലഘട്ടത്തിൽ വീട്ടിലെ അടിമയുടെ ഡ്യൂട്ടിയാണ് ഉടമ വീട്ടിലേക്ക് വരുമ്പോൾ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റി വയ്ക്കുക എന്നുള്ളത്. പുറത്തേക്ക് പോകുന്ന ഉടമയുടെ കാലിൽ ചെരുപ്പ് കെട്ടി മുറുക്കുക എന്നുള്ളതും അടിമയുടെ ഡ്യൂട്ടിയാണ്. ആ സമൂഹത്തിന് മുൻപിൽ ആശാരിത്തച്ഛന്റെ കൊച്ചൻ എന്നും അഭിസാരിക സന്തതി എന്നും വിളിച്ചു പറഞ്ഞ് അധിക്ഷേപിക്കുന്നവരുടെ നടുവിൽ യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഇദ്ദേഹത്തെ കണ്ടോ? ഇദ്ദേഹത്തിന്റെ കാലയിലെ ചെരുപ്പഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, അത്ര വലിയവനാണ് ഈ നിൽക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത്. ഞാൻ സ്നാനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാധ്യമം വെള്ളമാണ്. എന്നാൽ ഇദ്ദേഹം നിങ്ങളെ സ്നാനപ്പെടുത്താൻ വന്നതാണ്. ഇദ്ദേഹം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവനാണ്. ഇദ്ദേഹം സാധാരണക്കാരനല്ല. എനിക്കിന്ന് രാത്രി അകം കത്തുകയാണ് എൻ്റെ യേശുവിനെ പരിചയപ്പെടുത്താൻ. ഇദ്ദേഹം സാധാരണക്കാരനല്ല. ഇവന്റെ ഇന്നലകളുടെ ദൗത്യം ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന ദൗത്യമാണെങ്കിൽ, ഇവന്റെ ഇന്നുകളുടെ ദൗത്യം പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കുക എന്നതാണെങ്കിൽ, ഇവന് നാളെ ഒരു ദൗത്യം കൂടെയുണ്ട്. വീശുമുറം അവന്റെ കൈകളിലുണ്ട്. ചിത്രീകരണ ഭാഷയാണ്, സിംബോളിക് ലാംഗ്വേജ്. നിങ്ങൾ നോക്ക്, ആ വയലിൽ കതിരിൽ പതിരും മണിയും ഒരേ കവറിങ്ങിൽ നിൽക്കുകയാണ്. ചിലത് പതിരാണ്, ചിലത് മണിയാണ്. പതിരിന്റെ നിൽപ്പ് കണ്ടാൽ മണിയെക്കാട്ടിൽ തലപൊക്കി പിടിച്ചാണ് നിൽക്കുന്നത്. വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ പാല് മുറ്റി മണിയാകേണ്ട സ്ഥാനത്ത് പാല് ചോർന്ന് ഈ ജൂബായല്ലാതെ മറ്റൊന്നുമില്ലാതെ ഈ പതിര് തലപൊക്കി നിൽക്കുമ്പോ മണി തലകുനിച്ചിതിനിടയിൽ നിൽക്കുകയാണ്. കാണുന്നവർക്കൊന്നും മനസ്സിലാകില്ല. അവര് വിചാരിക്കുന്നു മണിയും പതിരും എല്ലാം മണിയാണെന്നാ. പക്ഷേ ഇദ്ദേഹത്തിന്റെ കൈകളിൽ വീശുമുറമുണ്ട്. ഇദ്ദേഹം കളത്തെ മുറ്റും വെടിപ്പാക്കിയിട്ട് മണിയെ കളപ്പുരയിലേക്കും പതിരിനെ തീപ്പൊയ്കയിലേക്കും വലിച്ചെറിയുന്ന സാക്ഷാൽ ജഡ്ജിയായി വെളിപ്പെടാൻ തുടങ്ങുന്നവനാണ് ഈ നിൽക്കുന്ന നസറയനായ യേശു. കരങ്ങൾ ഉയർത്തി പറയണം, ഞാൻ പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല. അവൻ
ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്. അവൻ ഇവിടെ ഒരു ദൗത്യം ചെയ്തു തീർക്കാനുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കുന്നവനാണ്. ഇന്ന് രാത്രി പറയട്ടെ, കൊതിച്ച് ഒന്ന് കൈമാറാൻ തയ്യാറായാൽ നിന്നെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവാത്മാവിൻ്റെ വ്യാപാരമാണ് ഈ രാത്രി യോഗത്തിൽ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൃദയം തുറന്ന് എന്നെ നിറയ്ക്കണമേ കർത്താവേ എന്നൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിന്റെ ശരീരത്തിന്മേൽ പരിശുദ്ധാത്മ വ്യാപാരം പകരാൻ കഴിവുള്ള ആ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഉയരുന്നുണ്ട്. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ ശരീരത്തെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവാത്മ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലജ്ജ കൂടാതെ ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചാൽ നിന്റെ വിഷയത്തിന് ഉത്തരം തരാൻ ഓടിയെത്തുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത് അനുഭവിച്ചറിയാൻ കൊതിക്കുന്നെങ്കിൽ ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി വാ തുറന്നൊന്ന് പറയാമോ യേശുവേ എന്ന്? ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചു പറയാമോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. അവൻ ആരാ? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാ. അവൻ ആരാ? ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാ. അവൻ ആരാ? ആത്മാവാകുന്ന നദിയിൽ നിങ്ങളെ സ്നാനമേൽപ്പിക്കുന്ന സ്നാപകനാ. കർത്താവേ, ഇന്ന് രാത്രി വന്നതുപോലെ എനിക്ക് മടങ്ങാൻ ഇടയാകരുത്. എൻ്റെ മേൽ ആത്മവ്യാപാരത്തിന്റെ ഒരു പുതിയ പകർച്ച, അസാധാരണമായി അനർത്ഥങ്ങളെ ഒഴിവാക്കത്തക്ക വിധത്തിൽ ആത്മമണ്ഡലത്തിന്റെ പകർച്ച പകരണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ രാത്രി യേശുവിന്റെ കരം നിന്നെ തൊടാൻ തുടങ്ങുന്നു. ശബ്ദം ഉയരട്ടെ. വായ് തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, വായ് തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, അടുത്ത പ്രഭാതം 4 മണി കഴിയുമ്പോൾ യേശുവോ ദൈവമോ ആരുമാകട്ടെ ഒരു പ്രതിഭാസമുണ്ടെങ്കിൽ, എൻ്റെ മുറിയിൽ വെളിപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇതുവഴി പോകുന്ന ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളുമായി ദൈവത്തെ കാത്തിരുന്ന സാധു സുന്ദരസിംഗിൻ്റെ മുറിക്കകത്തേക്ക് തേജസ്സിൽ ഇറങ്ങി വന്ന ഒരാളത്വമുണ്ട്. ഈ രാത്രി ആ യേശുവിൻ്റെ കരം നിന്റെ വിഷയത്തിന് നടുവിലേക്ക് ബലത്തോടെ വ്യാപരിക്കുന്ന രാത്രിയാണ്. ഒരു സാധാരണ രാത്രിക്കായിട്ടല്ല. ആ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുമ്പോൾ കർത്താവിൻ്റെ കരം വിഷയത്തെ തൊടാൻ ഇന്ന് രാത്രി ഇറങ്ങി ചലിക്കുകയാണ്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഞാൻ ഇന്ന് രാത്രി പറയാം, വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്ത് നിന്റെ വേദനയുടെ ശബ്ദത്തിന് മുൻപിൽ ഇറങ്ങി വരാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നോക്കാതെ ലജ്ജ കൂടാതെ ആ രണ്ട് കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് ഒന്ന് ശബ്ദം ഉയർത്തി വിളിക്കാൻ നിന്റെ നാവ് ചലിക്കുമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥന ചില മിനിറ്റിനുള്ളിൽ അവസാനിക്കും. വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുന്നു. ഗ്ലോറി. ഞാൻ പറയാം, നിഷ്കളങ്കമാണോ ആ ശബ്ദം? നിഷ്കളങ്കമാണോ ആ ശബ്ദം? അഭിനയത്തിന്റെ മുഖം മൂടി മാറ്റിവെച്ച് കൈകൾ ഉയർത്തി യേശുവേ എന്ന് ലജ്ജ കൂടാതെ വിളിക്കാൻ നിന്റെ നാവ് ചലിക്കുകയാണോ? ഇന്ന് രാത്രി ഈ മിനിറ്റിൽ യേശുവിന്റെ കരം അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിക്കായി നിന്റെ വിഷയത്തെ തൊടാൻ തുടങ്ങുകയാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു സാധുവായ മാതാവ് പറഞ്ഞ സാക്ഷ്യം. പാറമടയിൽ കല്ല് പൊട്ടിക്കുന്ന തൊഴിലാളിയാണ് ആ സാധു. ഒന്ന് ശ്രദ്ധിക്കണേ. ആ സാധുവിന്റെ 10 വയസ്സുകാരൻ മകൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോ കാലിലിട്ട ഷൂസ് കീറിപ്പോയപ്പോ അമ്മയോട് പറഞ്ഞു, മമ്മി, എന്റെ കാലിലെ ഷൂസ് കീറി, എനിക്ക് പുതിയ ഷൂസ് വേണം. പരമദാരിദ്ര്യത്തിൽ കഴിയുന്ന ആ കുടുംബം. അവൾ പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല, ഉള്ളത് തയ്ച്ചിട്ടാൽ മതി.
തൻ്റെ അമ്മയുടെ ഭക്തി മനസ്സിലാക്കിയ ആ മകൻ എടുത്ത വായിൽ പറഞ്ഞു, ഞാനേ യേശു അപ്പച്ചനോട് പറയാൻ പോവുക, യേശു അപ്പച്ചൻ എനിക്ക് ഷൂസ് വാങ്ങിച്ചു തരും. ഉടനെ അമ്മയുടെ മറുപടി കേൾക്കണോ? കോടിക്കണക്കിന് ആളുകളുടെ പ്രശ്നം തീർക്കാൻ പരക്കം പായുന്നതിനിടയിൽ നിനക്ക് ചെരുപ്പ് വാങ്ങിക്കാനാ യേശുവിന്റെ നേരം. വൈകിട്ട് കട്ടിലേ കയറി കിടക്കാൻ നേരത്ത് മുട്ടുകുത്തി 2 കൈകളും ഉയർത്തിപ്പിടിച്ച ചെറ്റപ്പുരയിൽ ആ പയ്യൻ പ്രാർത്ഥിച്ചു, യേശു അപ്പച്ച എനിക്കൊരു ഷൂസ് വേണം, ആമേൻ. 2-ാം ദിവസവും പ്രാർത്ഥന തുടർന്നു. 3-ാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് കുഞ്ഞുറങ്ങി. തൊട്ടടുത്ത വീട്ടിലെ കുബേര ഭവനത്തിലെ ഒരു ധനാഢ്യൻ വാതിക്കൽ, ചെറ്റയുടെ വാതിക്കൽ മുട്ടി ഒരു കവർ കൈമാറിയിട്ട് പറഞ്ഞു, എന്റെ മോന് വാങ്ങിച്ചതാണ്. ഇട്ടു നോക്കിയപ്പോൾ ചേരത്തില്ല. തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ വില കൂടിയതാണ്. മനസ്സിൽ തോന്നി നിങ്ങളുടെ മകന് ചേരുമായിരിക്കുമെന്ന്. ഒക്കുമെങ്കിൽ കൊള്ളുമെങ്കിൽ എടുക്കുക, അല്ലേ കൊടുത്തു വിട്ടേര് എന്ന് പറഞ്ഞ് ആ കവർ കൈമാറിയിട്ട് പോയി. ഈ അമ്മ ഇതിന്റെ കവർ പൊളിച്ച് വീട്ടിൽ ആ കുഞ്ഞിന്റെ കട്ടിലിന്റെ മുൻപിൽ വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങി. രാവിലെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ മുൻപിൽ ഒരു ഷൂസ് ഇരിക്കുന്നത് കണ്ട് കാലിലെടുത്തിട്ടതിന് ശേഷം നോക്കിയപ്പോൾ ഈ കുഞ്ഞിന്റെ കാലിന് അത് കറക്റ്റാണ്. അവൻ ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞ വാക്ക് കേൾക്കണോ? മമ്മി, എനിക്ക് ഷൂസ് വേണം എന്ന് മാത്രമല്ല, എൻ്റെ കാലിൻ്റെ അളവ് പോലും എൻ്റെ യേശുവിന് നന്നായിട്ടറിയാം. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി യേശുവിനെ ഉപയോഗിക്കാമെന്നല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. നീ കരമുയർത്തി നിലവിളിക്കുന്ന വേദനകൾ നന്നായി അറിയുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റേ, ശബ്ദമുയർത്തി. പ്രിയപ്പെട്ട ദൈവത്തിന് സ്തോത്രം. ബ്ലസ്സൻ മേമനെ മുൻപോട്ടൊന്ന് കടന്നു വരും. എല്ലാ പ്രിയപ്പെട്ടവരും ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം, രക്ഷിതാവ് നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ഇന്നു നീ ഒരിക്കൽ കൂടെ ദൈവ വിളി കേട്ടല്ലോ, രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ആ 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട. ഈ രാത്രി അഭിമാനമൊക്കെ ഒന്ന് മാറ്റിവെച്ച ചില മിനിറ്റുകളിലേക്ക് അഭിമാനമൊക്കെ ഒന്ന് മാറ്റിവെച്ചേ. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ശബ്ദമുയരട്ടെ. പുറകിൽ 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 ലജ്ജ കൂടാതെ യേശുവേ എന്ന് വിളിക്കാമോ? ആടി ഉലയുകയാണ് പടക്, തുഴഞ്ഞു വലയുകയാണ് ശിഷ്യന്മാർ. നാഥാ എന്ന നിലവിളി ഉയരുകയാണ്. ഇന്ന് രാത്രി രക്ഷകൻ നിന്റെ പടകിലുണ്ടെങ്കിൽ മുങ്ങാൻ അനുവദിക്കാത്ത ആ കരം നിന്നെ ഈ രാത്രി പിടിക്കുകയാണ്. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഞാനിന്ന് രാത്രി ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവാത്മാവിന്റെ നിയോഗമുണ്ട്. ചില വ്യക്തികളുടെ വിടുതലിന്റെ രാത്രിയാണ് ഈ രാത്രി. കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം, രക്ഷിതാവ് നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചു. ആ ഗായക സംഘത്തോട് ചേർന്ന്, ഡോക്ടർ ബ്ലസ്സൻ മേമനയോട് ചേർന്ന് ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഇതൊരു പാട്ടിനേക്കാൾ ഇതൊരു പ്രാർത്ഥനയായിട്ട് ഉയരട്ടെ. ഉരുളിച്ച വേണ്ട, ഉരുളി നേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, വഴിപാട് വേണ്ട, ഒന്നും വേണ്ട. നനഞ്ഞൊഴുകുന്ന കണ്ണുകളോടും തകർന്ന ഹൃദയത്തോടും കൂടെ ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് നിലവിളിച്ചു പറയാൻ തയ്യാറായാൽ നിന്റെ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ ഈ രാത്രി പിടിക്കാൻ യേശുവിന്റെ തേജസ്സിന്റെ കരം ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നുണ്ട്. ഒന്ന് ചേർന്ന് പാടാം. കൈക്കൊള്ളാതെ തള്ളുമെന്ന്
നാം പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയവൻ. അവരിൽ പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുവാനുള്ള സിദ്ധിവിശേഷം ഒളിഞ്ഞു കിടക്കുന്നത് കണ്ടുകൊണ്ട് ശിഷ്യന്മാർ അത്ഭുത പരതന്ത്രരായി ചോദിക്കുന്നു, ഇവനാർ? ഇന്ന് രാത്രി അവരിവിടെ എത്തിയിട്ടുണ്ട്. പരിശുദ്ധ ദൈവമേ, ഈ ഉയർന്ന കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ക്രൂശിൽ ചൊരിഞ്ഞ നിയമരക്തത്താൽ ഈ ഉയർന്ന കരങ്ങളുടെ ചോദ്യങ്ങളുടെ മേൽ ദൈവശക്തിയുടെ ഉത്തരം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഈ കരങ്ങളെ ഞങ്ങൾ നിയമരക്തത്താൽ മുദ്ര വയ്ക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പണ്ടത്തെ പിതാക്കന്മാർ യോഗത്തിന്റെ അവസാന സമയം പറയുന്നതിന് വാക്കുകളുണ്ട്. യേശു ക്രിസ്തു പാപികളെ, ശബ്ദം ഉയർത്തി പറയാമോ? യേശു ക്രിസ്തു പാപികളെ, യേശു ക്രിസ്തു രോഗികളെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശു ക്രിസ്തു രാജാവായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ആമേൻ. കർത്താവായ യേശുവേ, ഞാൻ പറയട്ടെ, ഇത് തന്നെയാണ് യോഹന്നാൻ പറഞ്ഞത്. ഇവനാർ? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവനാർ? ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കാൻ മടങ്ങി വരുന്ന ദൈവപുത്രൻ. ഇവനാർ? പരിശുദ്ധാത്മാവിൽ സ്നാനമേൽപ്പിക്കുന്ന സ്നാപകൻ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. യേശുവിന് തുല്യം യേശു മാത്രം. യേശുവിന് തുല്യം യേശു മാത്രം.